തട്ടിപ്പിന് നമ്മുടെ നാട്ടിൽ യാതൊരു പഞ്ഞവുമില്ല. മലയാളികൾ അതിന് നിന്നുകൊടുക്കുകയും ദിവസം ഓരോ തട്ടിപ്പ് ഇങ്ങനെ പുറത്തു ഓരോ തരത്തിലുള്ള തട്ടിപ്പുകൾ. ഇതിപ്പോൾ സ്വർണ്ണ നിക്ഷേപ തട്ടിപ്പാണ്. അത് പക്ഷേ നമ്മൾ ഒരു ജുവല്ലറിയായി തന്നെയൊക്കെ പ്രവർത്തിക്കുമ്പോൾ അത് ജനങ്ങൾ വിശ്വസിച്ച് ആ നിക്ഷേപത്തിൽ പങ്കാളികളാകാറുണ്ട്. പക്ഷേ അത് തട്ടിച്ചു കൊണ്ടുപോകുന്ന സാഹചര്യവും പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. ഇതിപ്പോൾ ആതിര ഗോൾഡ് ഉടമകൾക്കെതിരെ കൂടുതൽ പരാതികൾ ലഭിച്ചിട്ടുണ്ട്. എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ നൂറുകണക്കിന് പരാതികളാണ് ഇന്നലെ മാത്രം ലഭിച്ചത്. തട്ടിപ്പിന് ഇരയായവരിലേറെയും സ്ത്രീകളുമാണ്. ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ജിജീഷ്, ഈ ആതിര ഗോൾഡുമായി ബന്ധപ്പെട്ടുള്ള തട്ടിപ്പിൽ ഇപ്പോൾ കൂടുതൽ പരാതികൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എത്രത്തോളം പരാതിക്കാരുണ്ട്, അന്വേഷണം എത്രത്തോളം മുന്നോട്ട് പോയിട്ടുണ്ട്? വീണ, നിഖിൽ, വലിയൊരു സാമ്പത്തിക തട്ടിപ്പിന്റെ ആദ്യ ഭാഗം മാത്രമാണ് ഈ ആതിര ജ്വല്ലറി തട്ടിപ്പ് എന്നൊരു വിവരം തന്നെയാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. മറ്റു പല പ്രമാദമായ സാമ്പത്തിക തട്ടിപ്പുകൾക്കും തുല്യമായി തന്നെ ആയിരക്കണക്കിന് കോടി രൂപ തട്ടിച്ചിട്ട് തന്നെയാണ് ഇത്തരത്തിൽ ആതിര ജ്വല്ലറി ഉടമകളും ഈ അറസ്റ്റിലായിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. കാരണം ഇന്നലെ മാത്രം നൂറുകണക്കിന് പരാതികളാണ് ആതിര ഗ്രൂപ്പിനെതിരെ പോലീസിൽ ലഭിച്ചിരിക്കുന്നത്. എല്ലാം തന്നെ സ്വർണ്ണ പണയം വാങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ സ്വർണം നിക്ഷേപമായി സ്വീകരിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള തട്ടിപ്പ് മാത്രമല്ല, സ്വർണ്ണ പണയം എടുത്തുള്ള തട്ടിപ്പുകളെല്ലാം, സ്വർണ്ണ നിക്ഷേപം സ്വീകരിച്ചുള്ള തട്ടിപ്പ്, ഇതെല്ലാം തന്നെയാണ് ഇവർ നടത്തിയിട്ടുള്ളത് പല ഭാഗങ്ങളിൽ നിന്ന്. സാധാരണക്കാരായ ആളുകളാണ് ഇതിലെല്ലാം തന്നെ, മാത്രമല്ല സ്ത്രീകളാണ്. പലപ്പോഴും അവരുടെ ഒരു സമ്പാദ്യ മാർഗം എന്ന നിലയിലാണ് അവർ ഈ ആതിര ജ്വല്ലറി പോലുള്ള ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകളെ കണ്ടിരുന്നത്. അങ്ങനെ ഉള്ളതെല്ലാം പെറുക്കി അവരുടെ നിക്ഷേപങ്ങളായി നൽകുന്നു. അതിന് പലപ്പോഴും പല മടങ്ങ് ലാഭം കൂടി വാഗ്ദാനം ചെയ്യുമ്പോൾ സ്വാഭാവികമായും സാധാരണക്കാർ അതിൻ്റെ ഇരകളായി മാറുന്നു. അത് വിശ്വസിച്ച് കബളിപ്പിക്കപ്പെടുന്നു. അതുതന്നെയാണ് ഇവിടെയും കാണുന്നത്. ഇന്നലെ മാത്രം വൈപ്പിൻ മേഖലകളിൽ നിന്ന് നിരവധി ആളുകൾ പരാതിയുമായി രംഗത്തെത്തി. അവരെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് തങ്ങൾ സ്വരൂകൂട്ടിയ പണം മുഴുവൻ ഇത്തരത്തിൽ ഈ ആതിര ജ്വല്ലറിയിൽ വിശ്വസിച്ച് ഏൽപ്പിച്ചു പോയി. ആ പണമാണ് പിന്നീട് അവരുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും ചെല്ലുമ്പോൾ യാതൊരു വിവരവുമില്ല. കഴിഞ്ഞ ഏറ്റവും ഒടുവിൽ ജനുവരി മാസത്തിൽ പോലും പണമടച്ച ആളുകളുണ്ട്. ആ പണമടക്കുമ്പോൾ പോലും ഇത്തരത്തിൽ ഇത് പൂട്ടിപ്പോകുന്നു സ്ഥാപനം എന്നത് സംബന്ധിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. കാരണം 115 കോടിയോളം രൂപയുടെ വലിയ സാമ്പത്തിക ബാധ്യത ഇവർ വരുത്തി വച്ചിരുന്നു. എന്നാൽ 70 കോടിയിലധികം രൂപയുടെ ആസ്തി മാത്രമാണ് അവർക്ക് ഉണ്ടായിരുന്നത്. സ്വാഭാവികമായും ബാങ്ക് നടപടികൾ ആരംഭിച്ചു, ജപ്തി നടപടികൾ ആരംഭിച്ചു, സ്വത്തുവകകൾ പിടിച്ചെടുക്കുന്ന നടപടികളിലേക്കെല്ലാം കടന്നു. അതോടുകൂടി തന്നെ പൂർണ്ണമായും തന്നെ ഈ ഒരു പ്രസ്ഥാനം തകർന്നു. തട്ടിപ്പിന്റെ ആദ്യഘട്ടം അവിടെ അവസാനിക്കുകയും ചെയ്തു. അതിനുശേഷം ഈ ഉടമകൾ പറഞ്ഞിരുന്നത് എല്ലാവർക്കും പണം തിരികെ നൽകും, നിങ്ങൾ പരാതികളുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തിരികെ പണം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല. നേരത്തെ പാതിവില തട്ടിപ്പിലെല്ലാം അനന്തകൃഷ്ണൻ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇവിടെയും ആ ഉടമകൾ പങ്കുവച്ച ഒരു കാര്യം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കേസുകളിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയുള്ള ഒരു തന്ത്രം എന്ന നിലയിൽ അവർ സാധാരണക്കാരായ ആളുകളോട് പറഞ്ഞത്, നിങ്ങൾ കൂടുതൽ പരാതികൾ നൽകിയാൽ ഈ പണം സ്വരൂപിച്ച് തിരികെ നിങ്ങൾക്ക് തന്നെ നൽകാൻ ഞങ്ങൾക്ക് കഴിയാതെ വരും, വലിയ തോതിലുള്ള സാമ്പത്തിക ബാധ്യതയിലേക്കാണ് എത്തിക്കുക എന്നെല്ലാം പറഞ്ഞു. അതുകൊണ്ട് തന്നെ പലരും പരാതി ഇപ്പോഴും നൽകാൻ തയ്യാറാകുന്നില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. എന്നാൽ 1 കോടിയും 1.25 കോടി രൂപയും എല്ലാം നഷ്ടപ്പെട്ട ചില ആളുകളാണ് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ അടക്കം പരാതിയുമായി രംഗത്ത് വന്നത്. എറണാകുളം ഹൈക്കോടതി ജംഗ്ഷനിലാണ് ആതിര ജ്വല്ലറി എന്ന പേരിൽ ഒരു സംരംഭം നടത്തിയിരുന്നത്. മറ്റ് സ്ഥലങ്ങളിലെല്ലാം തന്നെ നിരവധി മറ്റ് ഫർണിച്ചർ ബിസിനസ് അടക്കം ഇവർക്ക് ഉണ്ട്, ടെക്സ്റ്റൈൽ ബിസിനസ് ഉണ്ട്. എന്നാൽ ഏറ്റവും പ്രധാനമായും നടന്നു പോയിരുന്ന ഒരു സംരംഭം എന്ന് പറയുന്നത് ആതിര ജ്വല്ലറി ഹൈക്കോടതി ജംഗ്ഷനിലാണ്. അവിടെ അടക്കം അത് പൂട്ടിക്കിടക്കുന്നു. ആളുകൾ, നിക്ഷേപകർ അവിടെ ദിനംപ്രതിയോണം എന്ന് വന്നു പോകുന്നു. അവരെ സംബന്ധിച്ച് കൃത്യമായ ഒരു മറുപടി പോലും നൽകാൻ ആരും തന്നെ തയ്യാറല്ല. ജീവനക്കാരെ പോലും കബളിപ്പിച്ചു എന്നാണ് അതിലുള്ള ജീവനക്കാർ, ആതിരയിലെ ജീവനക്കാർ പറയുന്നത്. തങ്ങളെയും കബളിപ്പിച്ചു, ഈ ഒരു തട്ടിപ്പിന്റെ ഭാഗമാക്കി മാറ്റി. തങ്ങൾ ഇവരെ വിശ്വസിച്ചാണ് നിരവധി ആളുകളെ ഈ പദ്ധതിയുടെ ഭാഗമാക്കിയത് എന്ന കാര്യം തന്നെയാണ് അവർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ കൂടുതൽ പരാതികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. മാത്രമല്ല ഇപ്പോൾ നിലവിൽ ഇവർ റിമാൻഡിലാണുള്ളത്. പ്രതികളെല്ലാം തന്നെ RJ ആന്റണി, ഒപ്പം തന്നെ ജോൺസൺ, ജോബി, ജോസഫ് എന്നിവരാണ്. സഹോദരങ്ങളാണ് ഈ ഒരു പ്രസ്ഥാനത്തിന്, ഈ ഒരു തട്ടിപ്പ് പ്രസ്ഥാനത്തിന് തുടക്കമിട്ടത്. ആദ്യഘട്ടങ്ങളിലെല്ലാം തന്നെ പണം തിരികെ നൽകിയും സ്വർണം തിരികെ നൽകിയും എല്ലാം തന്നെ വിശ്വാസം ആർജിച്ച ശേഷം ഏറ്റവും ഒടുവിൽ വലിയൊരു തുകയുമായി മുങ്ങുക എന്ന പതിവ് സ്വർണ്ണ തട്ടിപ്പുകാരുടെ രീതി തന്നെയായിരുന്നു ഇവരും അവലംബിച്ചിരുന്നത്. ഓക്കെ.